ഹലോ ഗായ്സ്, എന്നെ മറന്നുപോയാ? എന്റെ ചെങ്ങായി, ഞാൻ വീഡിയോ ഇട്ടിട്ട് 2-3 ആഴ്ചയായി. നിങ്ങൾ വിചാരിക്കും നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലടാ, ഇരുന്ന് വീഡിയോ ഉണ്ടാക്കി ഇട്ടുകൂടാടാ നിങ്ങൾ ചോദിക്കും. പക്ഷേ ഞാൻ എന്റെ സെക്കൻഡ് ചാനലിൽ പണിയെടുക്കുമായിരുന്നു ഗൈസ്. എന്റെ സെക്കൻഡ് ചാനലിൽ ഞാൻ ചവറ് പോലെ കുറെ വീഡിയോ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. മൂവി റോസ്റ്റ് കാണാൻ താല്പര്യമില്ലവർ അങ്ങോട്ട് ഓടിക്കോ. ബൈ ദ വേ, ഞാൻ ഇന്ന് വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കുറ്റം പറയാം. എന്തൊക്കെയാടാ നടക്കുന്നേ ഗൈസ്? ഇപ്പൊ ബിഗ് ബോസ് തുടങ്ങിയിട്ട് എത്ര ദിവസമായി? എനിക്കറിയില്ല, അറിയാത്തോണ്ടാ ചോദിക്കുന്നത്. എത്ര പെട്ടെന്ന് മാസങ്ങളും ദിവസങ്ങളും പോകുന്നത്. 2025 കഴിയാൻ വേണ്ടി വെറും 4 മാസം. ഇനി ഈ കൊല്ലം ഞാൻ യൂട്യൂബിൽ സക്സസ് ആവുമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഈ കൊല്ലവും മൂഞ്ചി പോയി. ഇനി അടുത്ത കൊല്ലവും മൂഞ്ചു, അതിന്റെ അപ്പുറവും മൂഞ്ചു. ഈ ബിഗ് ബോസ് കാരണം ഞാൻ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നത് വരെ നിർത്തി. ഇത് നോക്കുക, ഞാൻ ഇൻസ്റ്റക്ക് ലിമിറ്റേഷൻ വരെ വെച്ചിട്ടുണ്ട്. പെർ ഡേ 1 മണിക്കൂർ മാത്രമാണ് ഞാൻ ഈ കുന്ത്രാണ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ബിഗ് ബോസ്. ഈ തൊലിഞ്ഞ സാധനം വരാത്ത സ്ഥലമില്ല. യൂട്യൂബ് തുറന്ന ബിഗ് ബോസ്, വാട്സ്ആപ്പ് തുറന്ന ബിഗ് ബോസ്, ഇൻസ്റ്റ തുറന്നാലും ബിഗ് ബോസ്. എന്തോ ഒലക്കേണ്ട സാധനമാടാ ഇത്. മനുഷ്യന്മാർക്ക് എന്താ ജീവിക്കണ്ടേ? ഇത് കാണാൻ സൗകര്യം ഇല്ലടാ, അതുകൊണ്ടാണ് ഇത് കാണാത്തത്. അതുകൊണ്ടാണ് ഇൻസ്റ്റ യൂട്യൂബിലെ സ്ക്രോൾ ചെയ്യുന്നത്. നോക്കുമ്പോൾ ആടി ഈ സാധനം കൊണ്ടുവന്നിടും. ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ കാണുന്നത് നമ്മളെ ജിൻഡോ ചങ്ങായി ഇല്ലേ ഗൈസ്? ചങ്ങായി ഉണ്ട് 10,000 രൂപ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് ഓടി. സോറി ബാങ്ക് എന്നല്ല, ജിമ്മെന്നാ മറ്റാന്ന് തോന്നുന്നു. അല്ല, അപ്പൊ ഈ ചങ്ങായിക്ക് കിട്ടി 50 ലക്ഷം റുപ്യ കൊടുത്തു. 50 ലക്ഷം കിട്ടിയിട്ടാണ് ഈ മണകോണാഞ്ചം പോയി 10,000 കക്കുന്നത്. ബിഗ് ബോസ് താരം ജിൻഡോക്കെതിരെ മോഷണ കേസ്. ബോഡി ബിൽഡിംഗ് സെന്ററിൽ മോഷണം നടത്തിയതിനാണ് കേസ്. 10,000 രൂപയും മോഷ്ടിച്ചെന്നാണ് പരാതി. ഒന്നുമില്ലെങ്കിൽ എന്തൊരു മണ്ടനാണ് ഇയാള്. ഒരു ജിമ്മിൽ ഒന്നുമില്ലെങ്കിൽ ഒരു CCTV ഉണ്ടാവുന്നില്ല, ബോധം പോലും ഇയാക്കില്ലേ? കൂട്ടുകാരെ, നമുക്കൊരു കഥ കേൾക്കാം. ഒരിടത്ത് കൃത്യം പറഞ്ഞാൽ 1991 സെപ്റ്റംബർ 7 തങ്കച്ചേട്ടനും കുഞ്ഞുമമ്മ ചേച്ചിക്ക് ഒരു കുഞ്ഞുമാമ പറഞ്ഞു. അതാണ് ഈ രേണു എന്ന സുന്ദരിക്കുട്ടി. മിസ്റ്റേക്ക് ആരിക്കാന്നൊരു തെറ്റ് പറ്റാത്തത്. അങ്ങനെ എന്തോ ആയതാണ്. കുഞ്ഞ് വളർന്നു വലുതാമല്ലേ മനസ്സിലാവും ഇങ്ങനെ ഒരു സാധനമാണെന്ന്. അല്ലാണ്ട് ജനിക്കുമ്പോ തന്നെ കുഞ്ഞിന്റെ മറ്റേത് മറിച്ചതൊന്നും തിരിച്ചറിയാൻ പറ്റൂലല്ലോ. ഇതിനെ അപ്പൊ തന്നെ കുപ്പത്തൊട്ടിയിലാ മറ്റേ നിക്ഷേപിച്ചാൽ മതിയായിരുന്നു. എന്നാ പിന്നെ ഇതെല്ലാം കാണേണ്ടി വരുമോ? അതിന്റെ ഇടയിലാണെങ്കിൽ രേണുവിന്റെ തലേന്ന് പേനെല്ലാം പറന്നുപോയി. ബിഗ് ബോസിൽ മൊത്തം എല്ലാവരെയും തലയിൽ പേനായി. എല്ലാവരും പേന്തലയായി നടന്നിങ്ങനെ പ്രാന്തന്മാരായി സോമിനെ പോലെ നടന്ന്. എന്നിട്ട് ബിഗ് ബോസ് രേണുവിനോട് പറഞ്ഞ നീ മൊട്ടയടിക്കണമെന്നും പറഞ്ഞു. എന്റെ പൊന്നു ചങ്ങായി, ഊക്കിയാലെങ്കിലും മനസ്സിലാവണം. എന്താ ചെയ്യാ, എല്ലാവർക്കും എല്ലാ കഴിവും കിട്ടോ. എന്റെ സബ്സ്ക്രൈബേഴ്സിനാണെങ്കിൽ എന്നോട് സ്നേഹമില്ല. നിങ്ങളോട് ഞാൻ എന്റെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങളാരും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാള് വീഡിയോ ഇടാതെ ഞാൻ ഇത്രയും നാള് വീഡിയോ ഉണ്ടായിരുന്നിട്ട് ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് ചോദിച്ചാടാ ഇൻസ്റ്റയിൽ DM. ഞാൻ ചത്തു പോയി ഞാൻ നിങ്ങളെല്ലാം അറിയോളാം. നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ? ജസ്റ്റ് ഒരു പാസിംഗില് പോയപ്പോ അക്ബർ ഒരുമാതിരി നോട്ടം നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ ഗോൾ പോസ്റ്റ് തുറന്നിട്ടിട്ട് ഗോൾ അടിക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ? ഗോൾ പോസ്റ്റ് തുറന്നിട്ടിട്ട് പറയുന്നു ഗോൾ അടിക്കാൻ പാടില്ല, അതെടുത്ത പരിപാടിയാണ്. നോക്കി മാക്കി എന്നെല്ലാം പറഞ്ഞിട്ട് എന്തിനാടാ ഇത്? അങ്കനവാടിയാ? കുറെ തലയിൽ ആൾതാമസം ഇല്ലാത്ത പൊട്ടന്മാരെ കൊണ്ടുവന്നിട്ട് ഇതിന്റെ അകത്ത് ഇടും. ചെറിയ പിള്ളേർ വരെ ഇതിരുന്ന് കാണുന്നുണ്ട്. എന്തിന്ന് പണ്ടാരാ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് കിട്ടുന്നത്? എനിക്ക് ഈ സാധനത്തിന്റെ പേര് കേട്ടാൽ തന്നെ തല എന്തെല്ലോ ആവും. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു നടനായിന്. ബിഗ് ബോസിൽ വന്നപ്പോ തൊട്ട് ആ നടന്റെ ആ ഒരു വില പോയി. ഇതിൽ പോയ ഓരോ ആൾക്കാർ സ്റ്റാറ്റസ് പോകും. എന്താന്ന് വെച്ചാൽ ആൾക്കാർക്ക് മനസ്സിലാവും ഇയാൾ ഇത്ര ഊച്ചാളി ആയിരുന്നു. എന്നാൽ ഇവര് പോകുന്നത് ബിഗ് ബോസ് എണ്ണി കൊടുക്കുന്ന ചൊള കണ്ടിട്ടാണ്. ഒറ്റ പോക്കിൽ പോയി കുറെ കോണി അടിച്ചു കഴിഞ്ഞാൽ എത്ര പൈസ കിട്ടും. ആ പൈസ കൊണ്ട് എന്തെല്ലാം കഴപ്പ് കാണിക്കാം. അതിന്റെ ഇടയിൽ നമ്മളെ പ്ലാസ്റ്റിക് സർജറി ചേച്ചിനെയാണെങ്കിൽ ഒരുത്തനും മുതലാക്കി. വെയിറ്റ് ഫോർ ഹഗ് എന്ന ഇതെല്ലാം ആരുടെ എഡിറ്റ് ചെയ്ത് പണി വിട്ടത് പട്ടാപകലോ മുതലാക്കി വിട്ടെന്ന് വേണം പറയാം. അങ്ങനെ നമ്മൾ അവരാതെ കുട്ടൻ പ്ലാസ്റ്റിക് സർജറി ചേച്ചിനെ കയറി പിടിച്ചിട്ട് അതിനെ പറയുന്നത് ഹഗ് വാ ഹഗ് വാ. എന്നിട്ട് കുറെ നീന്റെ ബാഗിൽ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. അവർ ലവ് ആയി, അവരതാണ്, അവരിതാണ് എന്നെല്ലാം പറയുന്നു. ബിഗ് ബോസ് സീസൺ 6 കഴിഞ്ഞ ലവിന്റെ ക്ഷീണി ഇതുവരെ മാറിയിട്ടില്ല. അതിന്റെ ഇടയിലാണ് വേറൊരു അപരാധ കുട്ടനെ ഇങ്ങനെ അപരാധിക്കുന്നത്. ഇവന്മാരെന്തിനാണ് ഇങ്ങനെ അടിയുണ്ടാക്കി നമുക്ക് വെറുതെ കണ്ടന്റ് ഉണ്ടാക്കി തരുന്നത്? അല്ലെങ്കിൽ ഈ വീഡിയോ ചെയ്യാൻ മടി വരുന്നത്. അതിന്റെ ഇടയിൽ എന്തിനാണ് ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കി തരല്ലേ പ്ലീസ് ഗൈസ്? അപ്പൊ മഴ പെയ്യുന്നു. അയ്യോ മഴ പെയ്യുന്നേ. പെരുമഴ ഭയങ്കര മഴ ഗൈസ്. ഇവിടെ ഭയങ്കര മഴയാന്ന് ഞാൻ നിർത്താൻ പോവാന്. ഈ മയിര് മഴ എപ്പോ ഞാൻ വീഡിയോ ഇറക്കാൻ എഴുതുന്നുണ്ടോ അപ്പല്ലേ ഈ മയിര് മഴ വരും. അപ്പൊ ഓക്കെ ഗൈസ്, ലവ് യു ഓൾ, ബൈ ബൈ.